ഉം. ആ അപ്പോ നമ്മുടെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ശരീരത്തിലെ ഒരു സിസ്റ്റമാണ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം. ബ്ലഡ് ഒഴുകുന്ന ഒരു സിസ്റ്റമാണ് അല്ലെ? അപ്പോ അതിലടങ്ങിയിട്ടുള്ളത് ഒന്ന് ബ്ലഡ് ആണ്, രണ്ടാമത്തത് ബ്ലഡ് വെസൽസ്, മൂന്നാമത്തത് ഹാർട്ട്. ഓക്കെ. ഈ മൂന്നും അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം. ആദ്യം നമുക്ക് ബ്ലഡിനെ കുറിച്ച് പഠിക്കാം. ഈ ബ്ലഡിന്റെ കളറ് റെഡ് കളറാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശരീരത്തിനെ കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ. ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽസുകൾ കൂടിച്ചേർന്നതിനെയാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത് ട്ടാ. അങ്ങനെയാണെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കണക്റ്റീവ് ടിഷ്യൂസ് നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ശരീരത്തിലെ എല്ലുകൾ കണക്റ്റീവ് ടിഷ്യൂ ആണ്, ന്യൂറോൺസുകൾ കണക്റ്റീവ് ടിഷ്യൂ ആണ്, അതേപോലെ ബ്ലഡും കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തും കാണുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും. ശരീരത്തിനെ കണക്ട് ചെയ്യുന്ന സാധനം. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ബ്ലഡിന്റെ കളർ റെഡ് കളറാണ് അല്ലേ? എന്തുകൊണ്ടാ? കാരണം നമ്മുടെ ബ്ലഡിൽ റെഡ് കളർ കൊടുക്കുന്ന ഒരു ഏജന്റ് ഉണ്ട്. ആ ഏജന്റിന്റെ പേരാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ബ്ലഡിൽ ഉള്ളത് കാരണം കൊണ്ടാണ് ബ്ലഡിന് ചുവന്ന കളറായത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, ബ്ലഡിന് ചുവന്ന കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേരെന്ത്? എന്താ? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലഡിൽ വെറും സെൽസുകൾ മാത്രമല്ല, ബ്ലഡ് സെൽസുകൾ മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരു മഞ്ഞ ദ്രാവകം ഉണ്ട്, ഒരു മഞ്ഞ കളർ വാട്ടറി ലൈക്ക് ഫ്ലൂയിഡ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് പ്ലാസ്മ. അപ്പോൾ ഒരു ബ്ലഡിന്റെ 55% പ്ലാസ്മയാണ്, ബാക്കി സെൽസുകളാണ്. ആ സെൽസുകളെ നമ്മൾ ഫോംഡ് എലമെന്റ്സ് എന്ന് പറയും. അപ്പോൾ ബ്ലഡിൽ രണ്ട് സാധനങ്ങളുണ്ട്, ഒന്ന് പ്ലാസ്മയും ഉണ്ട്, ഫോംഡ് എലമെന്റ്സും ഉണ്ട്. ഓക്കെ, കണ്ടാ? ഇപ്പോ നമ്മൾ ലാബിൽ എടുത്ത ഒരു ബ്ലഡ് സാമ്പിൾ ആണിത്. ഇതിൽ ഈ താഴ്ഭാഗത്ത് കാണുന്നതാണ് ബ്ലഡിന്റെ സെൽസുകൾ. ഈ മുകളിൽ അടിഞ്ഞുകൂടിയ ഈ വെള്ളം പോലത്തെ സാധനമില്ലേ, ഇതിനെയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാല് കുറച്ച് കഴിഞ്ഞാല് അടിയിൽ നല്ല തരികളൊക്കെ ഉണ്ടാവും, മുകളിൽ ഇങ്ങനെ വെള്ളം പോലെ പൊങ്ങി നിൽക്കും അല്ലെ? ബ്ലഡും അതുപോലെ തന്നെയാ. ബ്ലഡിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് താഴെ സെൽസുകൾ അടിഞ്ഞുകൂടും. ഈ മുകളിൽ കാണുന്ന മഞ്ഞ ദ്രാവകം പോലത്തെ ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് പ്ലാസ്മ. അപ്പൊ ഒരു ബ്ലഡ് സാമ്പിളില് 55% പ്ലാസ്മ ആയിരിക്കും, ബാക്കി 45% ബ്ലഡിലെ സെൽസുകളായിരിക്കും. അതിന് നമ്മൾ ഫോംഡ് എലമെന്റ്സ് എന്നാ പറയാ. ഓക്കെ, കണ്ട? പ്ലാസ്മ 55%, ഫോംഡ് എലമെന്റ്സ് 45%. ഓക്കെ. ഇനി പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട്? വെള്ളമുണ്ട്, വാട്ടർ ഉണ്ട്. അപ്പൊ ഒരു ബ്ലഡ് പ്ലാസ്മയിൽ 90 തൊട്ടിട്ട് 92% വെള്ളമാണ്. ഈ ഈ പെർസെൻറ്റേജ് ഒന്നും നിങ്ങൾ കാണാണ്ട് പഠിക്കണ്ട. നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാസ്മയിൽ ഉള്ളത് എന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി രണ്ടാമത്തത്, പ്ലാസ്മയിൽ പ്രോട്ടീൻസുകൾ ഉണ്ട്. ഓക്കെ, പ്രോട്ടീൻസുകൾ ഉണ്ട് എന്തില്? പ്ലാസ്മയില് 6 to 8% പ്രോട്ടീൻസുകളാണ്. ഈ പ്ലാസ്മ പ്രോട്ടീൻസിന്റെ പേരുകൾ നമുക്കറിയണം. ഇത് നിങ്ങളുടെ NIOS എക്സാമിന്റെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസിന്റെ പേരെന്ത്? നമുക്ക് നോക്കാം. പിന്നെ ഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ്. ഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കുറച്ച് സാധനങ്ങളൊക്കെ എന്തിലുണ്ട്? പ്ലാസ്മയിലുണ്ട്. ഈ കാർബൺ കൊണ്ടുണ്ടാക്കിയ കുറച്ച് മെറ്റീരിയൽസുകളൊക്കെ. ഫോർ എക്സാമ്പിൾ എന്താണ്? ഷുഗറി മോളിക്യൂൾസ്, അതേപോലെ കാർബൺ കണ്ടന്റ് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ എന്തിലുണ്ട്? നമ്മുടെ ബ്ലഡിലുണ്ട്. അത് നമുക്ക് പഠിക്കാം. ഓക്കെ. ഇനി മിനറൽസുകൾ ഉണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുറെ സാധനങ്ങളാണ് പ്ലാസ്മയിലുള്ളത്. ഇനി ഫോംഡ് എലമെന്റ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള കോശങ്ങളാണ്, സെൽസുകളാണ്. RBC, WBC എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പണ്ട് പഠിച്ചിട്ടുണ്ടാകും അല്ലെ? അങ്ങനെയാണെങ്കിൽ മക്കളെ, എരിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBCകളാണ്, റെഡ് ബ്ലഡ് സെൽസ്. ലൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസുകളാണ്. ഓക്കെ. പിന്നെ ഏതാണ്? നമ്മുടെ ത്രോംബോസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന സെൽസുകളാണ്. അങ്ങനെ 3 തരം സെൽസുകളാണ് നമ്മുടെ ബ്ലഡിലുള്ളത്. RBC, അതാണ് എരിത്രോസൈറ്റ്സ്. ലൂക്കോസൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ WBC. ഓക്കെ.
ഇനി ത്രോംബോസൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ്. ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസിന്റെ പേര് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്ലാസ്മയില്, പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കാണിച്ചു തരാം. പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞ ദ്രാവകം പോലത്തെ സാധനമല്ലേ, ഇതിനെയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ട്രോ കളേർഡ് ഫ്ലൂയിഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവിട് നിറത്തിലുള്ള ഒരു ഫ്ലൂയിഡ്. അതിലടങ്ങിയിട്ടുള്ളത് വെള്ളമുണ്ട്, പ്ലാസ്മ പ്രോട്ടീൻസുകളുണ്ട്. ഇനി ഏതൊക്കെയാണ് ഈ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ഈ പ്രോട്ടീന്റെ പേരാണ് ഫൈബ്രിനോജൻ. ഇത് എക്സാമിന് ചോദിക്കാം. പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസിന്റെ പേരെന്ത്? അപ്പൊ ആദ്യത്തത് ഫൈബ്രിനോജൻ ആണ്, രണ്ടാമത്തത് ഗ്ലോബുലിൻസ് ആണ്, മൂന്നാമത്തത് ആൽബുമിൻസ് ആണ്. ഓക്കെ, സോ പ്ലാസ്മയില് 3 പ്രോട്ടീൻസുകളാണുള്ളത്. പ്ലാസ്മയില് 3 പ്രോട്ടീൻസുകളാണുള്ളത്: ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻസ്, ആൽബുമിൻസ്. എക്സാമിന് ചോദിക്കും പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസുകളുടെ പേര്. ഓക്കെ, ഞാൻ മിസ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു തരട്ടാം ഏതൊക്കെയാണ് എക്സാമിന് ചോദിക്കുക എന്നുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസിന്റെ പേര് ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻസ്, ആൽബുമിൻസ്. ഇത് ഞാനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. അപ്പോ ഫൈബ്രിനോജൻ എന്തിനറിയോ സഹായിക്കുക? പ്ലാസ്മയിലുള്ള ഫൈബ്രിനോജൻ പ്രോട്ടീന് ബ്ലഡിനെ കട്ട പിടിക്കാൻ സഹായിക്കും. ഓക്കെ, ഇനി ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയും. ബ്ലഡ് ക്ലോട്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കുക. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് നമുക്കൊരു മുറിവുണ്ടായി അല്ലെ, മുറിവുണ്ടായി കഴിഞ്ഞാല് കുറച്ച് കഴിഞ്ഞാൽ ആ ബ്ലഡ് അവിടെ കട്ട പിടിക്കും. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. കാരണം എന്താ, ബ്ലീഡിങ് സ്റ്റോപ്പ് ആവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്മയിൽ ഫൈബ്രിനോജൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. അത് രക്തത്തിനെ പെട്ടെന്ന് കട്ടപിടിപ്പിക്കും അല്ലേ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ബ്ലീഡിങ് കൂടിയിട്ട് ശരീരത്തിൽ രക്തം വാർന്നിട്ട് മരിച്ചു പോകും. അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഈ ഫൈബ്രിനോജൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവ് ഉണ്ടായി കഴിഞ്ഞാല് പെട്ടെന്ന് ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഓക്കെ, ഫൈബ്രിനോജൻ ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് ഗ്ലോബുലിൻസ്. ഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമ്മുടെ ശരീരത്ത് വല്ല ബാക്ടീരിയകളോ വൈറസോ എന്തെങ്കിലും കയറി കഴിഞ്ഞാല് നമുക്ക് അസുഖം വരും അല്ലെ. ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് നമുക്ക് അസുഖങ്ങൾ വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരം അതിനെതിരെ പ്രതിരോധിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഒരു പനി വന്നു എന്ന് വിചാരിക്കുക, ഒരു വൈറൽ ഫീവർ വന്നു. അപ്പൊ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നതുകൊണ്ടാണ് നമുക്ക് വൈറൽ ഫീവർ വരുന്നത്. ഈ വൈറസിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഏജന്റുമാരുണ്ട്. അയാളെയാണ് നമ്മൾ ആന്റിബോഡീസ് എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പുറപ്പെടുവിപ്പിക്കുന്ന കുറെ ഏജന്റുമാരുണ്ട്. അതിനെയാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ഈ ആന്റിബോഡീസ് ആണ് നമ്മളുടെ ഡിഫൻസ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഡിഫൻസ് മെക്കാനിസം പോലെ നമ്മുടെ ബോഡി ആക്ട് ചെയ്യുന്നത് ആന്റിബോഡീസ് പുറത്തു വിട്ടിട്ടാണ്. ഓക്കെ, സോ ഗ്ലോബുലിൻ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസ് ഇവരെ ഹെൽപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന്റിബോഡീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്ലോബുലിൻ പറഞ്ഞ പ്രോട്ടീൻ കൊണ്ടാണ്. ഗ്ലോബുലിൻ പറഞ്ഞ പ്രോട്ടീൻ കൊണ്ടാണ് ആന്റിബോഡീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ പ്രോട്ടീനാണ് ആൽബുമിൻ. ആൽബുമിന്റെ പണി എന്താണെന്ന് അറിയോ? നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ ബാലൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ഇത്ര അളവിൽ വെള്ളം വേണമെന്നുണ്ട്. അപ്പൊ ബ്ലഡിലെ പ്ലാസ്മയിൽ തന്നെ 90-92% വാട്ടർ ആണ് അല്ലെ. ഈ ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്ന അതിന്റെ പേരാണ് ആൽബുമിൻ. ആൽബുമിൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 പ്രോട്ടീൻസും പഠിച്ചില്ലേ, ഇതിന്റെ പേരാണ് ഇമ്പോർട്ടന്റ്: ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻസ്, ആൽബുമിൻ. ഫൈബ്രിനോജന്റെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കും, ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. രണ്ടാമത്തെ ആളാണ് ഗ്ലോബുലിൻസ്. ഗ്ലോബുലിൻസിന്റെ പണി ഇറ്റ് ആക്ട് ആസ് ആന്റിബോഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ എതിരെ ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഏജന്റുകളാണ് ആന്റിബോഡീസ്. ഓക്കെ, ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, പ്രതിരോധത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ആൽബുമിൻസ് അവരെന്താ ചെയ്യുന്നത്? ഓസ്മോട്ടിക് ബാലൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓസ്മോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ വെള്ളത്തിന്റെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ആൽബുമിൻസ്. ഓക്കെ, ഇനി മൂന്നാമത്തത് ഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല.
അതിൽ കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ മിസ് പറഞ്ഞു ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കണ്ടന്റ് ആണ്. കാർബണിന്റെ അളവുള്ള സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസിൽ കാർബൺ ഉണ്ട്, അമിനോ ആസിഡ്സിൽ കാർബൺ ഉണ്ട്. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പാണ്, ഇതില് കാർബൺ ഉണ്ട്. ബ്ലഡില് ഈ ഗ്ലൂക്കോസും അമിനോ ആസിഡുകളും ലിപ്പിഡ്സുകളും ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടാ. ഇനി അടുത്തത് മിനറൽസ് ആണ്. മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉപ്പുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ സോഡിയം ഉണ്ടാവും. അതേപോലെ കാൽഷ്യം, മെഗ്നീഷ്യം, ക്ലോറിൻ, ബൈകാർബണേറ്റ്സ്, ഈ അയോൺസുകളൊക്കെ ഇതിനെയാണ് മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ബ്ലഡിലൊക്കെ സോഡിയം കണ്ടന്റും പൊട്ടാസ്യം കണ്ടന്റ് ഒക്കെ ഉണ്ട്. ഈ സോഡിയം കണ്ടന്റും പൊട്ടാസ്യം കണ്ടന്റും ഒക്കെ അങ്ങോട്ട് വേരിയേഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പുറത്തു വരും. ഓരോ അസുഖങ്ങളായിട്ടും ഓരോ സിംറ്റംസുകളായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ പുറത്തു വരും. അപ്പൊ ഇത്രയും സാധനങ്ങൾ ബ്ലഡിലുണ്ട്. ഓക്കെ, ബ്ലഡിലുള്ള പ്ലാസ്മയിലുണ്ട്. ഇവിടെ നമ്മൾ ഓർത്തു വെക്കാനുള്ളത് ഈ പ്ലാസ്മ പ്രോട്ടീൻസ് മാത്രമാണ്. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻസ്, ആൽബുമിൻസ്. ബാക്കിയുള്ളത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ 3 പേരുകൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു ബ്ലഡിലുള്ള 55% പ്ലാസ്മയാണ്. ഇനി അടുത്തത്, അങ്ങനെയാണെങ്കിൽ ഈ പ്ലാസ്മനെ ഞാൻ എടുത്തു. ഓക്കെ, ഇപ്പോ നമ്മൾ ലാബിൽ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാല് ചില ടെസ്റ്റുകൾ അവർ നമ്മളുടെ പ്ലാസ്മ യൂസ് ചെയ്തിട്ടാ ചെയ്യുക. ഈ പ്ലാസ്മനെ അവരങ്ങോട്ട് മാറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പ്ലാസ്മയിൽ ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന കുറച്ച് ഏജന്റുകൾ ഉണ്ട്, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സുകൾ ഉണ്ട്. ഓക്കെ, സപ്പോസ് ഇത് കംപ്ലീറ്റ് പ്ലാസ്മയാന്ന് വിചാരിക്കുക. ഈ പ്ലാസ്മയിൽ നിന്ന് ബ്ലഡ് കട്ട പിടിക്കുന്ന ഏജന്റ് അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സിനെ ഞാൻ റിമൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ള ഈ മഞ്ഞ ദ്രാവകം ഇല്ലേ, ഇതിന് വിളിക്കുന്ന പേരാണ് നമ്മൾ സെറം എന്ന് പറയുന്നത്. ഓക്കെ, സെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, നേരത്തെ മിസ് കാണിച്ചതില്ലേ, ഇതാണ് നമ്മുടെ പ്ലാസ്മ അല്ലേ, ഇതാണ് നമ്മുടെ പ്ലാസ്മ. ഈ പ്ലാസ്മനെ ഞാൻ മാറ്റി എന്ന് വെച്ചാൽ ഈ ഫോമിഡ് എലമെന്റ്സ് മാറ്റിയിട്ട് പ്ലാസ്മനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്ത്. പക്ഷെ ഇതിന്റെ അകത്ത് ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന കുറെ ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഫൈബ്രിനോജനൊക്കെ ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആളല്ലേ. ഞാൻ ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി. ഓക്കെ, ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയപ്പോ എനിക്ക് മുകളിൽ നല്ല സെറം പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കിട്ടി, സെറം. ഈ സെറത്തിൽ എന്തില്ല, ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഏജന്റുകളും ഇല്ല. സോ പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, പ്ലാസ്മയിൽ നിന്ന് നമ്മൾ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സെറം. ഓക്കെ, അപ്പോ അത് അത്ര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, പ്ലാസ്മയിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ട ഈ ബ്ലഡ് ക്ലോട്ട് ഞാൻ റിമൂവ് ചെയ്തു, ബാക്കിയുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത്. സെറം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഹലോ. ആ, ഓക്കെ. ഇനി ബ്ലഡിൽ കുറച്ച് സെൽസുകൾ ഉണ്ട്. ആദ്യം ബ്ലഡിലുള്ള ബാക്കി പ്ലാസ്മ കഴിഞ്ഞാൽ ബാക്കിയുള്ള 45% അതാണ് ഫോംഡ് എലമെന്റ്സ് അല്ലെങ്കിൽ ബ്ലഡിലുള്ള സെൽസുകൾ എന്ന് പറയും. ഇതിൽ എരിത്രോസൈറ്റ്സ് എന്ന് പറയും. എരിത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ്, ത്രോംബോസൈറ്റ്സ്. മക്കളെ, ഈ എരിത്രോസൈറ്റ് ആണ് നമ്മുടെ ആർ ബി സി കേട്ടിട്ടുണ്ടോ നമ്മളെ? RBC. ഇപ്പൊ നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ RBC കൗണ്ട്, WBC കൗണ്ട് എന്നൊക്കെ പറയൂലേ. ഈ RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ബ്ലഡിലുള്ള ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ ചുവന്ന കോശങ്ങളെയാണ് RBC എന്ന് പറയുന്നത്. കണ്ട, ഈ എരിത്രോസൈറ്റ്സ് എരിത്രോ എന്നുള്ള വാക്കിന്റെ അർത്ഥം റെഡ് എന്നാണ് കേട്ടാ. എരിത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളർ എന്നാണ്. അപ്പൊ ചുവന്ന കളറിലുള്ള സെൽസുകളെയാണ് നമ്മൾ RBC എന്ന് പറയുന്നത്. RBC. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലൂക്കോസൈറ്റ്സുകളെ നമ്മൾ WBC എന്ന് പറയും. WBC. ഓക്കെ, WBC എന്ന് പറയും, ലൂക്കോസൈറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ് WBC RBC എന്നൊക്കെ വ്യത്യസ്തമായ പേരുകൾ വന്നത്? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ RBCയുടെ ഉള്ളിലാണ് ഹീമോഗ്ലോബിൻ ഇരിക്കുന്നത്. കണ്ടാ, ഒരു RBCയുടെ ഫോട്ടോ ഞാൻ കാണിച്ച. ഇതൊരു RBC.
കണ്ടോ? ഉഴുന്നുവടയുടെ ഷേപ്പിലാണ് നമ്മുടെ RBC ഇരിക്കുന്നത്. ഓക്കെ, ഈ RBCയുടെ അകത്ത് ഹീമോഗ്ലോബിൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഇരിക്കുന്നുണ്ട്. കണ്ട, ഇതൊരു RBC ആണ്. RBCയുടെ മറ്റൊരു പേരാണ് എരിത്രോസൈറ്റ്. ഇതിനകത്ത് ഹീമോഗ്ലോബിൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് RBCക്ക് റെഡ് കളർ ആയത്. പക്ഷെ നമ്മുടെ WBC ഉണ്ട്. WBC ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ WBC. ഈ WBCയുടെ അകത്ത് എന്തില്ല? RBC അല്ല, ഹീമോഗ്ലോബിൻ ഇല്ല. WBCയുടെ അകത്ത് ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ എന്തില്ല? ചുവന്ന കളർ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ WBC എന്ന് പറയുന്നത്, വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, RBCയുടെ അകത്ത് ഹീമോഗ്ലോബിൻ ഉള്ളത് കാരണം കൊണ്ടാണ് RBC ചുവന്ന കളറായത്. ഓക്കെ, കണ്ടാ? കണ്ട, ചുവപ്പ് കളർ കിട്ടിയത് ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ടാ. ഈ ഹീമോഗ്ലോബിൻ പറഞ്ഞ ആളാണ് ഈ RBCക്ക് ചുവപ്പ് കളർ കൊടുക്കുന്നത്. ഓക്കെ, പക്ഷെ WBCക്ക് എന്തില്ല? ചുവപ്പ് കളർ ഇല്ല കേട്ടാ. അപ്പോ നേരത്തെ പറഞ്ഞേക്ക് വരാം. ആ, ഓക്കെ. അപ്പോ അപ്പോ എരിത്രോസൈറ്റ്സുകളെയാണ് RBC എന്ന് പറയുന്നത്. ഓക്കെ, RBCകളുടെ അകത്ത് ഇരിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. RBCകളിൽ ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ലൂക്കോസൈറ്റ്സ്. ലൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. വൈറ്റ് ബ്ലഡ് സെൽസ്. ഈ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അകത്ത് എന്തില്ല? നമ്മുടെ ഹീമോഗ്ലോബിൻ ഇല്ല. ഹീമോഗ്ലോബിൻ വൈറ്റ് ബ്ലഡ് സെൽസിനകത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവരെ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് വിളിക്കാം. ഓക്കെ, കാരണം റെഡ് ഇല്ല, അത് കാരണം വൈറ്റ്. ഓക്കെ, ഇനി അടുത്തതാണ് ത്രോംബോസൈറ്റ്സ്. ഈ ത്രോംബോസൈറ്റ്സിന്റെ പേരാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, ത്രോംബോസൈറ്റ്സ് എന്ന് പറഞ്ഞാലും പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. രണ്ടും ഒരേ ആളുകളാണ്. ത്രോംബോസൈറ്റ്സ് എന്ന് പറഞ്ഞാലും പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു കോശമാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഈ പ്ലേറ്റ്ലെറ്റ്സിനെ സഹായിക്കുന്ന ഈ പ്രോട്ടീനാണ് നമ്മുടെ ഫൈബ്രിനോജൻ. ഓക്കെ, ഏത് സെൽസുകളാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നോർമലി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 50 ലക്ഷം തൊട്ടിട്ട് 55 ലക്ഷം RBCകളാണ് 1 മില്ലി ബ്ലഡിലുള്ളത്. ഓക്കെ, പെർ മില്ലിമീറ്റർ ക്യൂബ്. ഒരു 1000 മില്ലി ഓക്കെ, 1 മില്ലിമീറ്റർ ക്യൂബില്. ഓക്കെ, 1 മില്ലിമീറ്റർ ക്യൂബില് 55 ലക്ഷം RBCകളാണുള്ളത്. RBCകൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ WBCകൾ എത്രയാണെന്നറിയോ? ഈ അളവ് കൂടാനും കുറയാനും പാടില്ല കേട്ടാ. ഈ RBCയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും RBCയുടെ അളവ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ഏകദേശം 50 തൊട്ടിട്ട് 55 മില്യൺ മില്യൺ അല്ല, ലക്ഷം. 5 to 5.5 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ ആണ് 10 ലക്ഷം. അപ്പൊ 50 ലക്ഷം തൊട്ടിട്ട് 55 ലക്ഷം വരെയാണ് 1 മില്ലിമീറ്റർ ക്യൂബിലുള്ളത്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ WBCകളോ വെറും 1 മില്ലിമീറ്റർ ക്യൂബ് എടുത്തു കഴിഞ്ഞാല് വെറും 6000 തൊട്ടിട്ട് 8000 സെൽസ് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുത്ത് അതിൽ 50 ലക്ഷം തൊട്ടിട്ട് 55 ലക്ഷം RBC ആണ്. പക്ഷെ അതിന്റെ ഇടയിൽ വെറും 6000 തൊട്ടിട്ട് 8000 WBCകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 50 ലക്ഷത്തിന്റെ ഇടയിൽ വെറും 6000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ഇടയിൽ ഉറുമ്പ് വന്ന പോലെയാണ് WBC. അത്രയും കുറച്ച് WBC നമ്മുടെ ശരീരത്തിലുള്ളൂ. ഓക്കെ, ഒരുപാട് RBC ഉണ്ട്. അതുകൊണ്ടാണ് ബ്ലഡ് റെഡ് കളറായത്. WBCകള് കൂടുതലായിരുന്നുവെങ്കിൽ ബ്ലഡ് വൈറ്റ് കളറായേനെ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ്. 1 മില്ലിമീറ്റർ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1.5 തൊട്ടിട്ട് 3.5 ലക്ഷം പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇതിന്റെ കൗണ്ട് ഒന്നും പഠിക്കൊന്നും വേണ്ട കേട്ടാ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എല്ലാരെക്കാട്ടും കൂടുതൽ RBCയാ. അത് കാരണം കൊണ്ട് RBCകളാണ് കൂടുതൽ. അത് കാരണം കൊണ്ടാണ് ബ്ലഡ് റെഡ് കളർ ആയത്. ഓക്കെ, ഒരു 6000 തൊട്ടിട്ട് 8000 WBCകൾ മാത്രമേ 1 മില്ലിമീറ്റർ ക്യൂബിലുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോർമുല എലമെന്റ്സിന്റെ ഇൻട്രൊഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനിക്കുമ്പോ നമുക്ക് എന്തുണ്ട്? RBCയും WBCയും പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ബ്ലഡ് ഉണ്ട്. ബ്ലഡിന്റെ അകത്ത് RBCയും WBCയും പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, ഈ RBCകൾ ഈ ജനിക്കുമ്പോൾ RBC തന്നെയാണോ മരിക്കുമ്പോഴും ഉണ്ടാവുക? മക്കളെ,
ജനിക്കുമ്പോഴുള്ള RBC ആണോ നമുക്ക് മരിക്കുമ്പോഴും ഉണ്ടാവുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏഹ്? അല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു RBC, ഒരു സെല്ലിന് 120 ദിവസം മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അത് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വീണ്ടും RBCകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഈ RBC എരിത്രോസൈറ്റ്സ്, എരിത്രോസൈറ്റ്സിന്റെ മറ്റൊരു പേരാണ് RBC. ഈ RBC എവിടെയേറെ ഉണ്ടാവുക? പുതിയ പുതിയ കോശങ്ങൾ എവിടെയേറെ ഉണ്ടാവുക? നോക്കിയേ, നമ്മളിപ്പോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും അല്ലേ? ഇപ്പോ ബ്ലഡിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വീണ്ടും ബ്ലഡ് ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബ്ലഡ് സെൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഉണ്ടാക്കുന്നത് ആരാ? നമ്മുടെ ബോൺ മാരോയാണ്. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ മജ്ജ, എല്ലിന്റെ അകത്തുള്ള മജ്ജ ഇല്ലേ? ഈ മജ്ജയിൽ നിന്നാണ് പുതിയ പുതിയ RBCകൾ ഉണ്ടാവുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ WBCകൾ എവിടെയാണ് ഉണ്ടാവുന്നത്? WBCകൾ ഉണ്ടാകുന്നത് മജ്ജയിലുണ്ട്, പിന്നെ കുറെ ലിംഫ് ഗ്ലാൻഡ്സ് എന്ന് പറയും. ലിംഫ് ഗ്ലാൻഡ്സ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അതേപോലെ സ്പ്ലീൻ എന്നുള്ള ഒരു ഓർഗൻ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. സ്പ്ലീൻ എന്നുള്ള ഒരു അവയവമുണ്ട്. ഈ അവയവത്തിലുമാണ് WBCകൾ ഉണ്ടാവുന്നത്. പ്ലേറ്റ്ലെറ്റ്സിൽ എവിടെ ഉണ്ടാവുന്നത്? മജ്ജയിൽ നിന്നാണ്. അപ്പൊ ഈ മജ്ജക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. മജ്ജ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മജ്ജ എന്താ അറിയോ മജ്ജ? നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കന്റെ എല്ലുണ്ടാവില്ലേ, മറ്റേ ബോൺ പീസ് ഉണ്ടാവില്ലേ? ഈ ബോണൊക്കെ നമ്മൾ കടിച്ച് എല്ല്, കാലിന്റെ പീസില്ലേ, ലെഗ് പീസ്, ഈ ലെഗ് പീസ് കടിച്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ കടിച്ച് തിന്നുമ്പോ ആ എല്ലിന്റെ അകത്ത് ഒരു സാധനം കാണില്ലേ, ഒരു തരി തരി പോലത്തെ സാധനം, അതാണ് നമ്മുടെ മജ്ജ അല്ലേ? ഓക്കെ. അപ്പൊ എല്ലിന്റെ അകത്താണ് മജ്ജ ഉണ്ട്. ഈ മജ്ജയിൽ നിന്നാണ് എന്ത് കാണുന്നത്? നമ്മുടെ ഈ RBCകളും WBCകളും അതേപോലെ ഈ പ്ലേറ്റ്ലെറ്റ്സുകളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എത്ര ദിവസമാണ് നമ്മുടെ RBCക്ക് ജീവിക്കാൻ പറ്റുന്നത് എന്നറിയോ? ഒരു RBCക്ക് വെറും 120 ദിവസം മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു RBCക്ക് വെറും 120 ദിവസം മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. WBCക്കോ വെറും 15 ദിവസം, 1 തൊട്ടിട്ട് 15 ദിവസം വരെ ഒരു WBCക്ക് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. ത്രോംബോസൈറ്റ്സോ? ത്രോംബോസൈറ്റുകൾക്ക്, പ്ലേറ്റ്ലെറ്റ്സുകൾക്ക് വെറും 7 ദിവസം മാത്രമേ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, ഓരോ 120 ദിവസം കഴിയുമ്പോൾ RBCകൾ ചത്തുപോകും. എന്നിട്ട് പുതിയ RBCകൾ നമ്മുടെ മജ്ജയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ ഓരോ RBCയും ഓരോ, എന്താ പറയാ, ഓരോ ഫോംഡ് എലമെന്റ്സും ഓരോ ലൈഫ് സ്പാൻ ആണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, RBCകള് 120 ദിവസം മാത്രമേ ജീവിക്കുള്ളൂ. ലൂക്കോസൈറ്റ്സുകൾ അല്ലെങ്കിൽ WBCകൾ വെറും 15 ദിവസം, മാക്സിമം ഒരു 2 വീക്സ് ഒക്കെ ഒരു WBCക്ക് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പുതിയ WBC നമ്മുടെ മജ്ജയിൽ നിന്ന് ഉണ്ടായിട്ട് വരും. ഓക്കെ. ഇനി പ്ലേറ്റ്ലെറ്റ്സിന്റെ കേസ് ആണെങ്കിൽ മാക്സിമം ഒരാഴ്ച കഴിഞ്ഞാൽ പുതിയ പ്ലേറ്റ്ലെറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോ നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ ജനിക്കുമ്പോഴുള്ള സെൽസുകൾ അല്ല നമ്മൾ മരിക്കുമ്പോഴുള്ളത്. പുതിയ സെൽസുകൾ ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മുടെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് ഉള്ളത്. ഓക്കെ. ഈ 5 ലിറ്റർ ബ്ലഡ് നമ്മൾ ഒരു 1/2 ലിറ്റർ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ഒരാൾക്ക് കൊടുത്തു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ ബോഡിയിൽ 4.5 ലിറ്റർ ബ്ലഡ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം നോക്കിക്കഴിഞ്ഞാൽ, ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും എന്റെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് ആയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് അറിയോ? നമ്മുടെ ശരീരത്തിൽ പുതിയ ബ്ലഡ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ ബ്ലഡിന് വീണ്ടും വീണ്ടും റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ ബ്ലഡ് പുതിയത് ഉണ്ടാകുന്നത് നമ്മുടെ ബോൺ മാരോയിൽ നിന്നാണ് കേട്ടാ, മജ്ജയിൽ നിന്നാണ്. മജ്ജയിൽ നിന്നാണ് ബ്ലഡിലുള്ള എല്ലാ കോശങ്ങളും ഉണ്ടാവുന്നത്. ഓക്കെ. ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ആർക്കാ ചോദിച്ചു കഴിഞ്ഞാൽ RBCക്കാണ്, പിന്നെ WBCകൾക്ക്, പിന്നെ പ്ലേറ്റ്ലെറ്റ്സിന്. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാകുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. മീൻസ് ഈ ബ്ലഡ് അല്ലെങ്കിൽ RBCകൾ ഉണ്ടാകുന്ന ഈ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഹെമറ്റോപയോസിസ്.
ഹെമറ്റോപയോസിസ്. കണ്ട, പുതിയ പുതിയ സെൽസുകൾ ഉണ്ടാവും ഈ മജ്ജയുടെ ഉള്ളിൽ നിന്ന്. ഇതിന് വിളിക്കുന്ന പേരാണ് ഹെമറ്റോപയോസിസ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ്. RBCകളും WBCകളും പ്ലേറ്റ്ലെറ്റ്സുകളും നമ്മുടെ ബോൺ മാരോയുടെ അകത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഹെമറ്റോപയോസിസ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ് ഈസ് കോൾഡ് ഹെമറ്റോപയോസിസ്. ഓക്കെ, ഇത് എവിടെയാണ് നടക്കുന്നത്? ഓക്കെ, ഹെമറ്റോപയോസിസ് എവിടെയാണ് നടക്കുക? ബോൺ മാരോ. ഹെമറ്റോപയോസിസ് ടേക്സ് പ്ലേസ് ഇൻ ബോൺ മാരോ. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇതാ ചോദ്യം. ഇതാ നിങ്ങളുടെ NIOSന്റെ ചോദ്യമാണ് കേട്ടോ അത്. The term given to the production of blood cells. ബ്ലഡ് സെൽസ് ഉണ്ടാകുന്ന ടെക്നിക്കിന് പറയുന്ന പേരെന്ത്? എന്താ? ഹെമറ്റോപയോസിസ്. ഇതൊരു NIOS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തറവായിട്ട് പഠിക്കണം. ഓക്കെ, ദ ടേം ഗിവൺ ടു ദി പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ്. ബ്ലഡ് സെൽസ് ഉണ്ടാകുന്ന ടെക്നിക്കിന് പറയുന്ന പേര് ഹെമറ്റോപയോസിസ്. ഓക്കെ, ഇതെവിടെയാ നടക്കുന്നത്? ഇസത്തെ? എവിടെയാ നടക്കുന്നത് ഹെമറ്റോപയോസിസ്? ബോൺ മാരോ. വെരി ഗുഡ്, വെരി ഗുഡ്. ബോൺ മാരോയിലാണ് നടക്കുന്നത് കേട്ടാ. അങ്ങനെയാണെങ്കിൽ റിൻഷിദക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റുമോ? ദ 3 പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ പ്ലാസ്മ. പ്ലാസ്മയിലുള്ള 3 പ്രോട്ടീൻസിന്റെ പേരെന്താ? പ്ലാസ്മയിലുള്ള 3 പ്രോട്ടീൻസിന്റെ പേരെന്താ? റിൻഷിദ കേൾക്കാവോ? റിൻഷിദ പോയി. ഏതാണ് ഇസത്തെ? പ്ലാസ്മയിലുള്ള 3 പ്രോട്ടീൻസിന് ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. ആൽബുമിൻ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. പ്രോട്ടീൻസിന്റെ പേര് ഇത് എന്തായാലും പഠിച്ചു വെക്കണം. ഒരു പൊറപ്പിച്ചോ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടാ. ഇനി അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന സെൽസുകളുടെ പേരെന്താ? ദ സെൽ ഫ്രാഗ്മെന്റ്സ് ഓഫ് ബ്ലഡ് ഇൻവോൾവ് ഇൻ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ഏത് സെൽസുകളാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുക? പ്ലേറ്റ്ലെറ്റ്സ് ആണ് കേട്ടാ. പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന സെൽസുകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് കേട്ടാ. ഇത് പഠിച്ചു വെക്കണം കേട്ടാ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. RBCകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള സെൽസുകൾ പോലെയല്ല. RBC കണ്ട ഒരു ഉഴുന്നുവട ഷേപ്പാ അല്ലെ? ഒരു ഡോണറ്റിന്റെ ഷേപ്പാണ്. ഈ ഷേപ്പിന് പറയുന്ന പേര് ബൈകോൺകേവ് എന്ന്. ബൈകോൺകേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും എന്താണ്? ഒരു താഴ്ച ഉണ്ട്. ബൈകോൺകേവ് ആണ്. നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. ന്യൂക്ലിയസ് ഇല്ല. നോർമലി ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിന്റെ സെന്ററിൽ എന്തുണ്ടാകും? ആ സെല്ലിന്റെ സെന്ററിൽ നമുക്ക് ന്യൂക്ലിയസിനെ കാണാം, മർമ്മത്തിനെ കാണാം. ആ ന്യൂക്ലിയസ് ഇല്ല. കണ്ട, പ്ലെയിൻ ആയിട്ട് കിടക്കുക നമ്മുടെ RBC അല്ലെ? സോ നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. ബൈകോൺകേവ് ഷേപ്പ് ആണ്. അല്ലെങ്കിൽ ഇനി RBCക്ക് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേര് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ നമ്മുടെ RBCകളിൽ ഉള്ളത് കാരണം കൊണ്ടാണ് ബ്ലഡിന് റെഡ് കളർ ആയത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നോർമൽ HB എത്രയാ അറിയോ? ഒരു നോർമൽ അഡൽറ്റില് 12 to 16 milligram per 100 ml. ഒരു 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 12 to 16 milligram എങ്കിലും HB വേണം. ഈ HB കുറയുമ്പോൾ ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് HB നന്നായിട്ട് കുറയും അല്ലെ? കാരണം എന്താ? കുഞ്ഞുണ്ടാവുകയാണ്. അപ്പൊ കുഞ്ഞിന്റെ ബോഡി ഫോർമേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നിന്ന് യൂസ് ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബ്ലഡിന്റെ കൗണ്ട് കുറയും അല്ലെ? ഈ ബ്ലഡിന്റെ കൗണ്ട് കുറയുക എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നത് HB കുറയുകയാണ്. RBCകളിലുള്ള ഹീമോഗ്ലോബിൻ കുറയാണ്. ഹീമോഗ്ലോബിൻ ആണ് HB എന്ന് പറയുന്നത് കേട്ടാ. ഹീമോഗ്ലോബിന്റെ അളവാണ് 12 to 16 നോർമൽ. ഈ 12ന് താഴെയാണെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരുപാട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കും അല്ലെ? അയേൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കും. അയേൺ ടാബ്ലറ്റ്സ് കഴിച്ചാല് ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കൂടും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ 120 ദിവസമാണ് നമ്മുടെ ആര് ജീവിക്കുന്നത്? RBC ജീവിക്കുള്ളൂ. ഈ RBCകൾ ജനിക്കുന്നത് ബോൺ മാരോയിലാണ്.
ഈ 120 ദിവസം കഴിഞ്ഞാൽ ഈ RBC-കൾ ചത്തുപോകും. ഈ ചത്ത RBC-കൾ എവിടെ പോയിട്ട് അറിയോ ഇരിക്കുക? സ്പ്ലീനിലാണ് ഇരിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാൾ അടക്കം ചെയ്യണ്ടേ? അതേപോലെ RBC മരിച്ചു കഴിഞ്ഞാൽ, RBC ചത്തു കഴിഞ്ഞാൽ RBCനെ അടക്കം ചെയ്യുന്ന ശരീരത്തിന്റെ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് സ്പ്ലീൻ. സ്പ്ലീൻ. അത് കാരണം കൊണ്ട് സ്പ്ലീൻ ഈസ് നോൺ ആസ് ദി ഗ്രേവിയാർഡ് ഓഫ് RBC. ഗ്രേവിയാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശവകുടീരം. ഓക്കെ, RBC-കളുടെ ശവകുടീരം എന്നറിയപ്പെടുന്നത് ഏത് അവയവമാ? സ്പ്ലീൻ ആണ് കേട്ടാ, സ്പ്ലീൻ ആണ്. ഈ സ്പ്ലീനിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇനി അങ്ങനെയാണെങ്കിൽ എന്തറിയോ ഈ RBC-കളുടെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്നറിയോ? എന്തിനപ്പൊ ഈ RBC നമ്മുടെ ബോഡിയിൽ? എന്താ കുറെ RBC ഉണ്ടായിട്ട്, ഈ ചുവപ്പ് കളർ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടാ? അതൊക്കെയാ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക അല്ലെ? മക്കള് മനസ്സിലാക്കുക, ഈ RBC-കളാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനെ കംപ്ലീറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശ്വാസം എടുക്കുന്നത് ഓക്സിജൻ അല്ലേ? ഈ ഓക്സിജനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ട് എത്തുന്നത് നമ്മുടെ RBC-യാണ്. അതേപോലെ ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകും അല്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുവരുന്നതും ആരെന്നെയാ? ബ്ലഡ് തന്നെയാ, RBC തന്നെയാ. ഓക്കെ, അപ്പൊ ഈ RBC-യിലൂടെയാണ് ശരീരത്തിലെ എല്ലാ വാതകങ്ങളും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോണതും ഒക്കെ ഇതിനാരാ കാരണം? നമ്മുടെ RBC ആണ് കേട്ടാ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ RBC-യിലുള്ളത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാം. അടുത്തതാണ് ലൂക്കോസൈറ്റ്സ്. ലൂക്കോസൈറ്റ്സ് എന്താണ്? കളർലെസ്സാ. കാരണം എന്താ? അത് WBC അല്ലേ? WBC കളർലെസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അവർക്ക് എന്തില്ല? ഹീമോഗ്ലോബിൻ ഇല്ല. അതുകൊണ്ടല്ലേ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. മാത്രമല്ല ലൂക്കോസൈറ്റ്സുകൾക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്, അതുകൊണ്ട് അതവര് ന്യൂക്ലിയേറ്റഡ് ആണെന്ന് പറയും. ന്യൂക്ലിയേറ്റഡ്. ഇനി പല തരത്തിൽ ലൂക്കോസൈറ്റ്സുകൾ കാണാൻ പറ്റും. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മുടെ ഒരു മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 55 ലക്ഷം RBC ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ 55 ലക്ഷം RBC-കൾ ഒരു അമ്മ പെറ്റ പോലെ എല്ലാം ഒരേപോലെ ആയിരിക്കും. പക്ഷെ ഒരു മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ വെറും 6000 തൊട്ടിട്ട് 8000 ലൂക്കോസൈറ്റ്സേ ഉള്ളൂ. അതിലൊക്കെ വെവ്വേറെ ടൈപ്പ് ആയിരിക്കും. അല്ല, വെവ്വേറെ എന്ന് പറയുമ്പോൾ എല്ലാം വെവ്വേറെ അല്ല, ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൂക്കോസൈറ്റ്സുകളുണ്ട്. ലൂക്കോസൈറ്റ്സിൽ ഡിഫറെന്റ് തരങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ പഠിക്കും. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധത്തിന്റെ ഒരു ഭാഗമാണ് WBC. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എന്റെ ശരീരത്തിൽ ഒരു വൈറസ് കയറി, ആ വൈറസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്ന ആളുകളാണ് ആന്റിബോഡീസ്. ആന്റിബോഡീസ്. ഈ ആന്റിബോഡീസിനെ കംപ്ലീറ്റ് കൊണ്ടുവരുന്നതാരാ? ലൂക്കോസൈറ്റ് ആണ്, WBC-കളാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിനെതിരെ പ്രവർത്തിക്കുന്നത് WBC-കളാണ്. ഈ WBC-കളെ സഹായിക്കുന്ന WBC-കൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ആന്റിബോഡി. ഓക്കെ, അപ്പോ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് WBC. ഇപ്പൊ ലൂക്കോസൈറ്റിന്റെ പണി എന്താ? WBC-ന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ഇമ്മ്യൂണറി സിസ്റ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ മാർഗത്തിന്റെ ഒരു കാവലാളുകളാണ് ആര്? നമ്മുടെ ലൂക്കോസൈറ്റ്സ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇയാളെ കണ്ട, ഇയാളുടെ പേരാണ് ത്രോംബോസൈറ്റ്സ്, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയും. പ്ലേറ്റ്ലെറ്റ്സും. ഈ ത്രോംബോസൈറ്റ്സുകൾ കളർലെസ്സാ, നോൺ ന്യൂക്ലിയേറ്റഡാ. ഇവർക്ക് ന്യൂക്ലിയസ് ഇല്ല, RBC-കളെ പോലെയാ. ബൈകോൺവെക്സ് ആണ്. ബൈകോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡുകളൊക്കെ ഇങ്ങനെ തടിച്ചു വീർത്തിട്ടാണ്. ഓക്കെ, ഇനി ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന ആളുകളാണ് ത്രോംബോസൈറ്റ്സ്. ഓക്കെ, അത്ര പഠിച്ചാൽ മതി, ഈ പോയിന്റ് പഠിക്കണ്ട. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന സെൽസുകളുടെ പേരെന്താന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ത്രോംബോസൈറ്റ്സുകളാണ് കേട്ടോ. ത്രോംബോസൈറ്റ്സുകളാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ലൂക്കോസൈറ്റ്സുകൾ പല വിധമുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? 2 വിധമുണ്ട് ലൂക്കോസൈറ്റ്സുകൾ മെയിൻ ആയിട്ട്. ഗ്രാനുലോസൈറ്റ്സും ഉണ്ട്, അഗ്രാനുലോസൈറ്റ്സും ഉണ്ട്. ഓക്കെ, ഗ്രാനുലോസൈറ്റ്സും ഉണ്ട്, അഗ്രാനുലോസൈറ്റ്സും ഉണ്ട്. ഗ്രാനുലോസൈറ്റ്സിന്റെ 3 ആളുകളുണ്ട്: ന്യൂട്രോഫിൽസ്, ഈസിനോഫിൽസ്, ബേസോഫിൽസ്. അഗ്രാനുലോസൈറ്റ്സിൽ 2 ആളുകളാണ് ഉള്ളത്: ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും. എന്തുകൊണ്ടാണ് ഗ്രാനുലോസൈറ്റ് എന്നും അഗ്രാനുലോസൈറ്റ് എന്നും വന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക,
ലൂക്കോസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ WBC-കളാണല്ലോ. ഈ WBC-കളിൽ 2 തരമുണ്ട്. ഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്, എഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്. ഈ ഗ്രാനുലോസൈറ്റ്സിൽ 3 ആൾക്കാരുണ്ട്. ന്യൂട്രോഫിൽസ്, ഈസിനോഫിൽസ്, ബേസോഫിൽസ്. എഗ്രാനുലോസൈറ്റ്സിൽ 2 ആളുകളുണ്ട്. അയാളുടെ പേരാണ് ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ന്യൂട്രോഫിൽ എന്താണ്, ഈസിനോഫിൽസ് എന്താണ്, ബേസോഫിൽസ് എന്താണെന്നൊക്കെ 1 by 1 ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ലിംഫോസൈറ്റുകൾ വീണ്ടും 2 ആയിട്ട് നമുക്ക് തിരിക്കാം. ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റ്സും, അല്ലെങ്കിൽ ബി സെൽസും ടി സെൽസ് എന്നും പറയാം. ഓക്കെ, ലിംഫോസൈറ്റുകളിൽ 2 വിധമുണ്ട്, ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. അപ്പൊ നമുക്ക് പഠിക്കാം, 1 by 1 ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇയാളെ കണ്ടാ, ഇതിലുള്ള ഈ സെല്ലിനെ കാണാനുണ്ടാ? ഈ ബ്ലൂ കളറിൽ 3 ലോബുകളായിട്ട് ഒരു സാധനം കാണാനുണ്ട് നിങ്ങൾക്ക് സെന്ററിൽ. ഇയാളാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഓക്കെ, നമ്മുടെ ന്യൂട്രോഫിൽസുകളാണ്. ഈ സെൽസിന്റെ പേരാണ് ന്യൂട്രോഫിൽസ്. ന്യൂട്രോഫിൽസിനകത്ത് 3 ലോബുള്ള ന്യൂക്ലിയസ് ഉണ്ട്. കണ്ട, 3 ലോബ്, 1 ലോബ്, 2 ലോബ്, 3 ലോബ്. 3 ലോബുള്ള ന്യൂക്ലിയസ് ആണ് ആർക്കുള്ളത്? ന്യൂട്രോഫിൽസിനുള്ളത്. പിന്നെ ഇതിനകത്ത് കുറെ ഗ്രന്യൂൾസുകൾ കണ്ട, മണിമണികൾ കണ്ട. ചില സെൽസിന്റെ അകത്ത് ഇങ്ങനെ മണിമണികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഗ്രന്യൂൾസുകൾ ഉണ്ടാകും. ഗ്രന്യൂൾസ് ഉള്ളത് കാരണം കൊണ്ടാണ് ഇവരെ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രോഫിൽസിനും ഈസിനോഫിൽസിനും ബേസോഫിൽസും ഇവരുടെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഗ്രന്യൂൾസുകൾ ഉണ്ട്. ഗ്രന്യൂൾസുകൾ ഉള്ള സെൽസിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയും. നിങ്ങൾ കണ്ട, ഈ ന്യൂട്രോഫിൽസിനകത്ത് ഗ്രന്യൂൾസ് ഉണ്ട്, അത് കാരണം കൊണ്ട് നമുക്ക് ഇവരെ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന WBC ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രോഫില്ല. WBC-കളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന WBC ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ ന്യൂട്രോഫിൽസുകളാണ് ട്ടാ. ഇനി ഏറ്റവും അബണ്ടന്റ് ആണ്. അബണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ന്യൂട്രോഫിൽസ് ആരാണ്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലൂക്കോസൈറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ന്യൂട്രോഫിൽസ് ആണ്. ഏകദേശം 60 തൊട്ടിട്ട് 65% ഓഫ് ടോട്ടൽ WBC എന്താണ്? ന്യൂട്രോഫിൽസ് ആണ്. ഇനി മൾട്ടി ലോബ്ഡ് ആണ്. കണ്ടില്ലേ, 1, 2, 3. ചിലവർക്ക് 2 ലോബ് ഉണ്ടാവും, ചിലവർക്ക് 3 ഉണ്ടാവും. ഇത് 3ആ. ചിലർക്ക് 4, 5, 6, 7 ലോബുള്ള ന്യൂക്ലിയസ് അടക്കമുള്ള WBC-കളുണ്ട്, ന്യൂട്രോഫിൽസുകളുണ്ട്. ഇനി ഹെൽപ്സ് ഇൻ ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പോ ഒരു വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി. ഇത് നമ്മുടെ ന്യൂട്രോഫിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ബാക്ടീരിയ ആണെന്ന് വിചാരിക്കാം. ഈ ബ്ലൂ കളറിൽ കാണുന്നത് ബാക്ടീരിയയും ഇത് നമ്മുടെ ന്യൂട്രോഫിലാണെന്ന് വിചാരിക്കുക. അപ്പോ ഈ ബാക്ടീരിയനെ ആര് വിഴുങ്ങുന്നുണ്ട്? ന്യൂട്രോഫിൽസ് വിഴുങ്ങുന്നുണ്ട് അല്ലെ? കണ്ട, ബാക്ടീരിയകളെ ഉള്ളിലോട്ടാക്കിയിട്ട് ബാക്ടീരിയനെ കൊല്ലാനുള്ള പവർ ന്യൂട്രോഫിൽസിനുണ്ട്. ഈ ന്യൂട്രോഫിലാണ് ഈ ന്യൂട്രോഫിൽ. ഈ ബാക്ടീരിയകളെ വിഴുങ്ങുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇര വിഴുങ്ങുക. ഇര വിഴുങ്ങുന്നതിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആരെങ്കിലും നമ്മുടെ ബോഡിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഈ സംഭവത്തിന്, ഈ നമ്മുടെ ന്യൂട്രോഫിൽസ് എന്ത് ചെയ്യും അറിയോ? ന്യൂട്രോഫിൽസ് കംപ്ലീറ്റ് എന്തിനു ചെയ്യും? ഇതിന് വിഴുങ്ങിക്കൊണ്ട് കളയും. ഓക്കെ, ഇതിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. സോ ഫാഗോസൈറ്റോസിസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറയാനില്ല, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. ന്യൂട്രോഫിൽസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എൻഗൾഫിംഗ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറിൻ ഏജന്റ്സ് എൻ്ററിങ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ കയറുന്ന, പുറത്തുനിന്ന് ആര് കയറിക്കഴിഞ്ഞാലും അയാളെ വിഴുങ്ങി കളയുന്ന പണിയാണ് ന്യൂട്രോഫിൽസിനുള്ളത്. ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ. ഇപ്പൊ ഒരു ബാക്ടീരിയ കയറി, അല്ലെ, നിങ്ങളിപ്പോ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തി. ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് ന്യൂട്രോഫിൽസിന്റെ അളവ് ഭയങ്കര കൂടുതലാണെന്ന് ബ്ലഡിൽ കാണുന്നുണ്ട്. WBC-കളിൽ തന്നെ ന്യൂട്രോഫിൽസിന്റെ അളവ് ഭയങ്കര കൂടുതലാണെന്ന് കണ്ട്. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? നിങ്ങളുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയ കയറിയിട്ടുണ്ട്. ബാക്ടീരിയ കയറുമ്പോ ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്ന ന്യൂട്രോഫിൽസിന്റെ അളവ് കൂടും. ഈ ന്യൂട്രോഫിൽസ് പോയിട്ട് ആ ബാക്ടീരിയനെ കൊന്നങ്ങണ്ട് കളയും. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോ നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ കയറിയോ അപ്പൊ ന്യൂട്രോഫിൽ കൂടും. എപ്പോ പനിയുണ്ടോ അപ്പൊ WBC കൂടും. ഓക്കെ, കാരണം എന്താ? എന്താണ്, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോഴല്ലേ WBC-കൾക്ക് പണി കൂടുക. അപ്പോ നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചു നോക്കട്ടാ. ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ
WBCയുടെ അളവ് കൂടുതൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾക്ക് ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അത് പനി മാറിക്കഴിഞ്ഞാൽ മാറൂട്ടാ, കുറയും. ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടുക എന്ന് പറയുമ്പോൾ ന്യൂട്രോഫിൽസിന്റെ അളവ് കൂടും. ന്യൂട്രോഫിൽസിന്റെ അളവ് കൂടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ബാക്ടീരിയ കൂടിയിട്ടാണ് ന്യൂട്രോഫിൽസ് കൂടിയത്. ബാക്ടീരിയ കൂടുന്നതിനനുസരിച്ച് ന്യൂട്രോഫിൽസ് കൂടണ്ടേ, എങ്കിലല്ലേ ഈ കേറിയ ആൾക്കാരെ അടിച്ചു കൊല്ലാൻ പറ്റുള്ളൂ, അല്ലേ? വിഴുങ്ങി കളയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് ഈ ന്യൂട്രോഫിൽസ് എന്ന് പറഞ്ഞാൽ. ഒക്കെ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ലൂക്കോസൈറ്റ് ആണ് കേട്ടാ. ഇനി കണ്ടാ കണ്ടാ വിഴുങ്ങി കളയുന്ന പ്രോസസ്സ്. ഇനി അടുത്തതാണ് ഈസിനോഫിൽസ്. ഈസിനോഫിൽസ് ഈസിനോഫിൽസ് മൊത്തം WBCകളിൽ വെറും 2 to 3% ഉള്ളൂ ഈസിനോഫിൽസ്. ഓക്കെ, കുറച്ച് മാത്രമേ കാണുള്ളൂ. അപ്പൊ എപ്പോഴും അറിയാം നമുക്ക് ഈസിനോഫിൽസ് കൂടുക? ഇപ്പൊ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഈസിനോഫിൽസ് എപ്പോഴും അറിയോ കൂടുക? നമുക്ക് പെട്ടെന്ന് ഒരു ശരീരത്തിൽ വിര കൂടുക. ഓക്കെ, വിര കൂടുമ്പോഴാണ് ഈസിനോഫിൽസ് കൂടുക. ഇപ്പൊ ഈസിനോഫിൽസിന്റെ അളവ് കൂടുതൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക മനസ്സിലാക്കേണ്ടത്? നമുക്ക് ശരീരത്തിൽ വിര കയറിയിട്ടുണ്ട്. ഓക്കെ, ഹെൽമിന്തിക് ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പോ ഡീവേം ചെയ്യണം, നമ്മൾ വിരളക്കണം. ഓക്കെ, അപ്പോ ഈസിനോഫിൽസിന്റെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അലർജി ഉണ്ടായി, ഭയങ്കര പൊടിയുടെ അലർജി, ഭയങ്കര അലർജി കാരണം കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഈസിനോഫിൽസിന്റെ അളവ് കൂടുതലാണ്. ഈസിനോഫിൽസിന്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നല്ലേ നമുക്ക് വിരയുടെ ശല്യം, അല്ലെങ്കിൽ നമുക്ക് അലർജി ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അലർജി കൂടുമ്പോഴാണ് ഈസിനോഫിൽസിന്റെ അളവ് കൂടുക ട്ടാ. ഇനി അടുത്തത് ബേസോഫിൽസ് ആണ് ഏറ്റവും കുറവ് കാണുന്ന WBC. വെറും 0.5 to 1% ഓഫ് ദി ടോട്ടൽ WBC മാത്രമേ ബേസോഫിൽസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, കണ്ട ഇതിലൊക്കെ ഗ്രാന്യൂൾസുകൾ ഉണ്ട്, അതുകൊണ്ടാണ് ഇവരെ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ന്യൂക്ലിയസിന്റെ ഷേപ്പ് എസ് ഷേപ്പ്, കണ്ട എസ് ഷേപ്പ് ന്യൂക്ലിയസ് ആണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എസ് ആകൃതിയിലുള്ള ന്യൂക്ലിയസ് ആണ് ഇവർക്കുള്ളത് ട്ടാ. ഇനി ഈ ബേസോഫിൽസിന് 3 ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും: ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ. ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇപ്പൊ നമുക്ക് ഭയങ്കര തുമ്മല് അല്ലെങ്കിൽ ഭയങ്കര അലർജി കൂടിയെന്ന് വിചാരിച്ചു. അപ്പൊ ഈ അലർജിക് റിയാക്ഷൻസിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടുന്ന ഒരു ഏജന്റ് ആണ് ഹിസ്റ്റമിൻ. അല്ലെങ്കിൽ നമുക്കിപ്പോ എല്ലാവർക്കും ഓരോന്നിനോട് അലർജി ഉണ്ടാവും, അല്ലെ? അപ്പൊ ഈ അലർജി ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനെ ഒന്ന് കാമാക്കാൻ സഹായിക്കുന്ന ഒരാളാണ് ബേസോഫിൽസ്. അപ്പൊ അലർജി ഉണ്ടാവുന്ന സമയത്ത് ബേസോഫിൽസ് എന്ത് ചെയ്യും? ഹിസ്റ്റമിനെ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതേപോലെ സെറോട്ടോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഹെപ്പാറിന്റെ പണി എന്താണെന്ന് അറിയോ? ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ആണ് ഹെപ്പാറിൻ. ആന്റി കൊയാഗുലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ആളാണ് ഹെപ്പാറിൻ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാ? ഇപ്പൊ നോക്കിയേ, ഈ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ നമ്മുടെ ബ്ലഡിലുണ്ട്. ഈ ബ്ലഡ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്ലേറ്റ്ലെറ്റ്സ് ഉള്ളത് കാരണം കൊണ്ട് ബ്ലഡ് കട്ട പിടിക്കുമല്ലോ. ബ്ലഡ് കട്ട പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണം സംഭവിക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ശരീരത്തിൽ ഓടുന്ന സമയത്ത് അകത്ത് വെച്ചിട്ട് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് ഹെപ്പാറിൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഡയാലിസിസ് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടാവും. കിഡ്നി രോഗമുള്ള ആളുകൾ ഡയാലിസിസ് ചെയ്യും. ഈ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഡയാലിസിസ് മെഷീന്റെ ഉള്ളിലോട്ട് ഇവരുടെ ശരീരത്തിലെ കംപ്ലീറ്റ് ബ്ലഡ് എടുക്കും. ഓക്കെ, ബ്ലഡ് കംപ്ലീറ്റ് പുറത്തേക്ക് എടുത്തിട്ട് ഈ ഒരു മെഷീന്റെ ഉള്ളിലോട്ട് ഈ ബ്ലഡ് ഇങ്ങനെ റൺ ആവും. അപ്പൊ ഈ നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബ്ലഡിൽ അവർ എന്ത് ആഡ് ചെയ്യും? ഹെപ്പാറിൻ ആഡ് ചെയ്യും. എന്നിട്ട് തിരിച്ച് ആ ബ്ലഡ് ഫിൽട്ടർ ആയതിനു ശേഷം ശരീരത്തിലോട്ട് വീണ്ടും കയറ്റും, അല്ലെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഹെപ്പാറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആന്റി കൊയാഗുലന്റ് എന്നാ പറയാ. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കുന്നത്. ആന്റി കൊയാഗുലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് ഹെപ്പാറിൻ. ഓക്കെ, അപ്പൊ ഈ ഹെപ്പാറിൻ നമ്മുടെ ബ്ലഡിൽ ഉള്ളതുകൊണ്ടാണ് ബ്ലഡ് ഓടുന്ന സമയത്ത് ബ്ലഡ് കട്ട പിടിക്കാത്തത്. പകരം മുറിവുണ്ടായി കഴിഞ്ഞാൽ കുറച്ച് ബ്ലഡ് പുറത്തോട്ട് വരും, എന്നിട്ട് ആ ഭാഗം കൊണ്ട് ബ്ലഡ് കട്ട പിടിക്കും, അല്ലെ? ഓക്കെ,
സോ ബ്ലഡ് മുറിവില്ലാത്ത സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് ഹെപ്പാരിൻ. ഓക്കെ, ഇനി ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് എഗ്രാനുലോസൈറ്റ്. ഇതോടുകൂടി എഗ്രാനുലോസൈറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ബ്ലഡ് എന്നുള്ള ടോപ്പിക് അവസാനിപ്പിക്കാം. എന്നിട്ട് നാളെ നമുക്ക് ഹാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് പഠിച്ചുട്ടാ. ഗ്രാനുലോസൈറ്റ്സ് ഗ്രാനുലോസൈറ്റ്സിൽ മൂന്നാളുകളാണ്: ന്യൂട്രോഫിൽസ്, ഈസിനോഫിൽസ്, ബേസോഫിൽസ്. ന്യൂട്രോഫിൽസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, ബേസോഫിൽസ് ആണ് ഏറ്റവും കുറവ് കാണുന്നത്. ഓക്കെ, ന്യൂട്രോഫിൽസ് ഫാഗോസൈറ്റോസിസ് ചെയ്യും, ഇരയെ വിഴുങ്ങിക്കളയും, അല്ലെ? ഇനി അടുത്തതാണ് എഗ്രാനുലോസൈറ്റ്സ്. ഈ മൂന്നാളുകൾക്കും ഗ്രന്യൂൾസുകൾ ഉണ്ട്, അതുകൊണ്ടാണ് ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രന്യൂൾസുകൾ ഇല്ലാത്ത ആളുകളാണ് എഗ്രാനുലോസൈറ്റ്. പറഞ്ഞുതരാം. എഗ്രാനുലോസൈറ്റ്സ് കണ്ട, ഇതാണ്. ഇവർക്ക് ഗ്രന്യൂൾസ് കാണാനുണ്ടോ? ഇത് സെല്ല, ഇത് ഇവരുടെ വലിയ ന്യൂക്ലിയസാ. ഈ ന്യൂക്ലിയസ് ഉണ്ട്, ഇതിന്റെ അകത്തൊന്നും ആരെ കാണാൻ പറ്റില്ല? ഗ്രന്യൂൾസിനെ കാണാൻ പറ്റില്ല. ഗ്രന്യൂൾസിനെ കാണാത്തത് കൊണ്ട് ഇവരെ നമുക്ക് എഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയാം. ഇതിൽ ലിംഫോസൈറ്റുകൾ ഉണ്ട്. ലിംഫോസൈറ്റിൽ ആരൊക്കെയുണ്ട്? ബി ലിംഫോസൈറ്റ് ഉണ്ട്, ടി ലിംഫോസൈറ്റ് ഉണ്ട്. ഇവർക്ക് എന്താണ്? ഒറ്റ ന്യൂക്ലിയസ് ഉള്ളൂ, അല്ലെ? ഭയങ്കര വലുപ്പ ഇവരുടെ ന്യൂക്ലിയസിന്. കണ്ടാ, ഈ സെല്ലിന്റെ ഓൾമോസ്റ്റ് ഈ എൻഡയർ സെല്ലിന്റെ വലുപ്പത്തിലുള്ള ന്യൂക്ലിയസ് ആണ് ഇവർക്കുള്ളത്. പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാല് ഈ ബി സെൽസും ടി സെൽസും കൂടിയിട്ട് ആ ഇൻഫെക്ഷനെ തുരത്തിക്കളയും. ഓക്കെ, എന്ത് അസുഖം ഉണ്ടായിക്കോട്ടെ, എന്ത് ഇൻഫെക്ഷൻ ഉണ്ടായിക്കോട്ടെ, ഈ ബി സെൽസും ടി സെൽസും എന്താണ്, ഇവരങ്ങോട്ട് ഏറ്റെടുക്കും നമ്മുടെ ബോഡിനെ. എന്നിട്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും സൂപ്പറായിട്ട് നോക്കുന്ന രണ്ട് സെൽസുകളാണ് ബി സെൽസും ടി സെൽസും, അല്ലെങ്കിൽ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ആളാണ് നമ്മുടെ മോണോസൈറ്റ്സ്. കണ്ട, മോണോസൈറ്റ്സിന്റെ അകത്ത് നമുക്ക് ഗ്രന്യൂൾസിനെ കാണാൻ പറ്റില്ല, കാരണം ഇത് എഗ്രാനുലോസൈറ്റ് ആണ്. എഗ്രാനുലോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതിന്റെ അകത്ത് നമുക്ക് ഒരു ഗ്രന്യൂൾസിനെയും കാണാൻ പറ്റില്ല. ഇനി ഇവരുടെ ഇവരുടെ ന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവരുടെ ന്യൂക്ലിയസ് കിഡ്നി ഷേപ്പാ. കണ്ട, കിഡ്നി ഇരിക്കുന്നത് പോലെയാണ് ഇവരുടെ ന്യൂക്ലിയസ് ഉള്ളത്. സോ കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ് ഉള്ള ഒരു സെൽസ് ആണ് മോണോസൈറ്റ്സ്. ഇതും എന്താ ചെയ്യുക? ഇരയെ വിഴുങ്ങിക്കളയും. ഓക്കെ, ഇരയെ വിഴുങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് സെൽസുകളാണ് നമ്മുടെ മോണോസൈറ്റ്സ്. മനസ്സിലായോ? ഓക്കെ, അപ്പോ നമ്മൾ എന്തൊക്കെയാ ഇത് പഠിച്ചത്? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൂക്കോസൈറ്റ്സും, അല്ലെ, ഗ്രാനുലോസൈറ്റ്സും എഗ്രാനുലോസൈറ്റ്സും. ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? ത്രോംബോസൈറ്റ്സ്. ത്രോംബോസൈറ്റ്സിന്റെ മറ്റൊരു പേരാണ് പ്ലേറ്റ്ലെറ്റ്സ് കേട്ടാ. പ്ലേറ്റ്ലെറ്റ്സുകളാണ് ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന സെൽസുകൾ. ഓക്കെ, ഏത് സെല്ലാണ് ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സുകളാണ്. ഇനി WBCകൾ, അതാണ് ലൂക്കോസൈറ്റ്സ്. ഇമ്മ്യൂണി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള സെൽസുകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WBC ആണ് കേട്ടാ. ഓക്കെ, ബ്ലഡിന് അല്ല, ഏത് സെൽസുകളാണ് കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ RBCകളാണ്. RBCയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാന്ന് ചോദിച്ചാൽ ഹീമോഗ്ലോബിൻ ആണ് കേട്ടാ. ഇനി ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷന് പറയുന്ന പേര് ഹെമറ്റോബയോസിസ്. ബ്ലഡിലുള്ള 3 പ്രോട്ടീൻസിന്റെ പേര് ആൽബുമിൻ, ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ. ഏത് സെൽ ഫ്രാഗ്മെന്റ് ആണ് നമ്മുടെ ബ്ലഡിന്റെ ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് കേട്ടാ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടാ. നിങ്ങക്ക് മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ആ, ഓക്കെ ആണോ? മനസ്സിലായി. ഓക്കെടാ. അപ്പൊ ഇന്നലത്തെ ക്ലാസ് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടില്ല, ഞാനിപ്പോ ഫോർവേഡ് ചെയ്ത് തരാം. നോട്ട് ഞാൻ അയച്ചു തരാം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഞാൻ ഇതിന്റെ ഓക്കെ. യൂട്യൂബ് ലിങ്ക് ആണ് അയക്കുക ക്ലാസ്സിന്റെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിൽ ഡയറക്റ്റ് കയറിയിട്ട് ക്ലാസ് കാണാൻ പറ്റും. പ്രീവിയസ് ഇയർ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോ ഷെയർ ചെയ്യാം. ഓക്കെ, നാളെ ക്ലാസ് ഓക്കെ. ഉണ്ടാവും. നമുക്ക് മാക്സിമം ഓഗസ്റ്റോട് കൂടിയിട്ട് ടോപ്പിക്സ് ഒക്കെ ഞാൻ ഫിനിഷ് ചെയ്ത് തരാം. ഓഗസ്റ്റിന്റെ ഉള്ളിൽ തീർക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ നടത്താം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ഓക്കെടാ, ശരിട്ടാ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പൊ ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ എങ്ങനെയാ, അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടോ ഒക്കെ ചോദിക്കാം കേട്ടോ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കണേ. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെടാ, ശരി ഓക്കെ. ശരിട്ടാ. ഓക്കെ.
ഓക്കെ